സോ ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ ഇയർബഡ്സ് ആണ്. റിയൽമി ബഡ്സ് T110. ഓക്കെ, അപ്പം റിയൽമി ഇയർബഡ്സ് T110നെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആദ്യം ഇതിനകത്ത് ഞാൻ ആക്ച്വലി ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാനായിട്ടാണ് ഗൈസ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് ഓൾറെഡി അൺബോക്സ്ഡ് ആയിരുന്നു. അതായത് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്ത് വാങ്ങിയത്. അപ്പം ഡെലിവറി സമയത്ത് എന്തോ ഇത് മറ്റേ സാധനം ഓക്കെ ആണോ എന്നൊക്കെ പൊടിച്ചു നോക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് ഓൾറെഡി അൺബോക്സ്ഡ് ആയിരുന്നു. അപ്പം ഇതിനകത്ത് ആക്ച്വലി നമുക്ക് വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു റിയൽമിയുടെ യൂസർ മാനുവൽ ഉണ്ട്. അപ്പം ഇതിനകത്ത് തന്നെയാണ് വാറണ്ടി സംഭവങ്ങളൊക്കെ വരുന്നതും ഇതിനകത്ത് തന്നെയാണ്. 1 year വാറണ്ടിയാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സാധനം ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു ഗൈസ്. സോ ഞാൻ കവറൊക്കെ മാറ്റിയാണ് വെച്ചേക്കുന്നത്. അയ്യോ വരുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി നമ്മുടെ റിയൽമിയുടെ റിയൽമി ഇയർബഡ്സ് T110. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, കൈക്കകത്തൊക്കെ ഒതുങ്ങും, ചെറിയ സാധനമാണ്, ഈസി ടു ക്യാരി. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റ് കണക്ടിങ് ആണ്. ഞാൻ കണക്ട് ചെയ്ത് നോക്കി. പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇയർബഡ്സ് താണ്ട് ഈ ഒരു സൈസാണ്, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി താണ്ടെ ഒരു പെയർ എക്സ്ട്രാ 1 pair ഓഫ് ബഡ്സ് വെച്ചിട്ടുണ്ട്. എങ്ങാനും അത് പോയാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധനമുണ്ട് ഗൈസ്. പിന്നെ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ ചാർജിങ് കേബിൾ ഒന്നും കണ്ടില്ല ഗൈസ്, അങ്ങനെ ഒന്നും അവർ തന്നിട്ടില്ല. ഇത്രയാണ് എനിക്ക് ഈ ഒരു ബോക്സിൽ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആക്ച്വലി ഇത് വാങ്ങിയത് 1100 rupeesനാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ANC നോയിസ് ക്യാൻസലേഷൻ കോൾസിന് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻസ് ഫീച്ചർ ഉണ്ട്, 88 ms ലേറ്റൻസി ഉണ്ട്, 38 hour ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ആണ് ഇവർ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടച്ച് കൺട്രോൾസ് ഒക്കെ നല്ല ടച്ച് കൺട്രോൾസ് ആണ്. പിന്നെ Type-C ചാർജിങ് ഇന്റർഫേസ് ആണ് ഈ ഒരു ഇയർബഡ്സിന് വരുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ അത്യാവശ്യം ഉണ്ട് ഗൈസ് ഇതിന്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ആക്ച്വലി ഓർഡർ ചെയ്തത്, ഞാനിത് ഓൾറെഡി എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അന്ന് എനിക്ക് യൂസ് ചെയ്ത് ഈ സാധനം ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് വീണ്ടും ഇത് തന്നെ ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ്, നല്ല സാധനമാണ്, ഞാൻ ഇതിന് ഗ്യാരണ്ടി തരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി ബോട്ടിന്റെ ബേസ് മോഡൽ ഇയർബഡ്സ് ആയിരുന്നു. അപ്പം അത് വെച്ചിട്ട് നോക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഇത് ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. കാരണം അത് ഉപയോഗിച്ചിട്ട് അതെനിക്ക് ഒന്നാമത്തെ കാര്യം അതെനിക്ക് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അത് മേ ബി ഞാൻ ഹാൻഡിൽ ചെയ്ത പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന മെയിൻ ചലഞ്ച് എന്താന്ന് വെച്ചാൽ കോളിൽ ഇരിക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഈ ഇയർബഡ്സ് ഇങ്ങനെ ഇതിപ്പോ കുഴപ്പമില്ല, അല്ലാണ്ട് കോളിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇയർബഡ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്നയാൾക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്ന എന്താ പറഞ്ഞേ ക്ലിയർ അല്ല. ഇതാണ് എപ്പോഴും ഫേസ് ചെയ്തൊരു ചലഞ്ച് ഇതായിരുന്നു. ഞാൻ കോൾ ചെയ്യുന്നത് ഇയർബഡ്സ് വെച്ചിട്ട് ദാണ്ടെ ഇങ്ങനെയായിരുന്നു, ഒരെണ്ണ ഇവിടെ, ഹലോ ഹലോ, ഇതായിരുന്നു എന്റെ അവസ്ഥ. പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ച് ഇതിന്റെ കേസിൽ ഞാനിത് വാങ്ങിച്ച ഉടനെ തന്നെ ഞാൻ അത് ചെയ്ത് നോക്കി. സോ നല്ല ക്ലാരിറ്റിയോടുകൂടി ഓപ്പോസിറ്റ് ഇരിക്കുന്നയാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വോയിസ് കൂട്ടിയും വോയിസ് കുറച്ചും സംസാരിച്ച് നോക്കിയായിരുന്നു. സോ ഓപ്പോസിറ്റ് കോളിലിരുന്ന ആൾക്ക് നല്ലോണം ഓഡിബിൾ ആയിരുന്നു. സോ എല്ലാം കൊണ്ടും അപ്പം ആ ഒരു മെയിൻ ആയിട്ടും അതായിരുന്നു. പിന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും ഓവറോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇത് ആക്ച്വലി ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇടയ്ക്ക് യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇപ്പൊ വാങ്ങിക്കാൻ കാരണം. അപ്പം ഇതൊരു നല്ല പ്രോഡക്റ്റ് ആണ് ഗൈസ്. 1100 ഇത് നല്ല സാധനമാണ്. സോ ഇതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, നിങ്ങളും വാങ്ങിച്ചു. അങ്ങനെ 1100 ഒരു 1500 ബഡ്ജറ്റിൽ നല്ല ഇയർബഡ്സ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി സാധനമാണ് ഗൈസ് ഇത്. സീരിയസ്ലി ഇതിന് ഞാൻ ഗ്യാരണ്ടി. സോ